ചേട്ടൻ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കൂടെ അഭിനയിച്ച ഇയാളുടെ കൂടെ നിൽക്കുമ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അടിപൊളിയാവുന്നുണ്ട് എന്ന് തോന്നിയ ഒരു നടൻ ആരായിരിക്കും? കൊച്ചിൻ ഹനീഫ, ദിലീപ്. അതുകൊണ്ടാണോ കൊച്ചിൻ ഹനീഫയുടെ മരണത്തിന് വല്ല ചേട്ടൻ പോവാതിരുന്നത്? ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധവും ഉണ്ടായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ ഉമ്മ മരിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു, ഉള്ള വീട്ടിൽ ചെന്നു. മയ്യത്തും ചോന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ വിളിച്ചിട്ട് ഞാനാണ് ചോന്നത്, അപ്പുറത്ത് ഹനീഫ്ക. ഞാൻ പള്ളിയിൽ ചെന്ന് എനിക്കറിയില്ലത് നിസ്കാരം, മയ്യത്ത് നിസ്കാരം. അപ്പൊ എന്നോട് ആരും ചോദിച്ചു ഒത എടുക്കണില്ലെന്ന് വെച്ച്. ഒത എടുക്കണില്ല, അങ്ങനെ എന്താ ചോദിച്ചത്. അപ്പൊ കയ്യും കാലം കഴിവുണ്ട്. ഫാസിൽ സാറുണ്ട്, ഡയറക്ടർ ഫാസിൽ സാറുണ്ട്. അപ്പൊ അവരൊക്കെ കയ്യും മുഖം കഴുകി കയറുന്നുണ്ട്. ഞാനും കയറി കയ്യും മുഖം കഴുകി. അപ്പോഴൂടെ ഹനീഫ്ക വരില്ല. കാരണം അത് മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രാർത്ഥനയാണ്. ഹനീഫ്ക്ക് ചിരിച്ചു ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ എനിക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞ് വന്ന ചോദിച്ചു, എടാ ഞാൻ എങ്ങനെയാടാ നിന്നോട് നന്ദി പറയേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഹനീഫ്ക ഇതിന് പ്രതികാരം ചെയ്തപ്പോ നിങ്ങൾക്ക് ഞാൻ ചാകുമ്പോ എന്റെ തല കുടിച്ച് നിങ്ങളും പോയാൽ മതി എന്ന് പറഞ്ഞു. അവനെ പുള്ളി പടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പുള്ളി. അങ്ങനെ ഒന്ന് പറയുന്നു പറഞ്ഞിട്ട്. ഞാൻ അല്ലാണ്ട് വ്യക്തിപരമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. അതിനുശേഷം ഈ ദിലീപേട്ടൻ വന്നപ്പോഴും ദിലീപേട്ടന്റെ കൂടെ സലീം കുമാർ ദിലീപ് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സിനിമ പോയി കാണും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്തായാലും കുറെ ചിരിക്കാനുള്ള വകുപ്പ് കയ്യിലുണ്ടാകും എന്നുള്ളൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ്. ആ സാധനം ചേട്ടനുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഒരുപാട് അത് ഇംപ്രവൈസേഷനൊക്കെ ഒരുപാട്. നിങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻ എന്തെങ്കിലും അങ്ങനെ ചെയ്ത ഒരുപാട് എല്ലാ പടവും ആണോ? ദിലീപ് ഞാനായിട്ട് അഭിനയിച്ച എല്ലാ പടത്തിലുണ്ട്. എന്നാലും ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ചേട്ടൻ പച്ചക്കുതിരയിൽ കമൽ സാർ പറഞ്ഞു ഇനി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇനി ഇംപ്രവൈസേഷൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ കാട് കയറി പോവുകയാണ്. ആ അപ്പൊ പറഞ്ഞു നിർത്തി, മതി ഇനി ഇംപ്രവൈസേഷൻ. ഇനി ചേട്ടന് ഒരു ഡ്രീം റോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല, ഞാനല്ല തീരുമാനിക്കേണ്ടത്. അല്ല എന്നാലും ചേട്ടൻ അത് ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ എഴുതി, ഞാൻ നിർമ്മിക്കണം. എന്നാലേ എന്റെ സ്വപ്നങ്ങള് ഞാനാണ് സാക്ഷാത്കരിക്കേണ്ട, കരക്കാരല്ല. മനസ്സിലായില്ലേ? നമ്മളൊന്നുമല്ല തീരുമാനിക്കുന്നത്. ഏതോ ഹോട്ടലിൽ നിന്ന് ആരൊക്കെയോ സലിംകുമാറിനെ വിളിച്ചേക്കാം, ഈ റോളിന് അയാൾ പറ്റിയിരിക്കാം. ഇന്ന് വേറെ ആരോ തീരുമാനിക്കണത്. ഈ നവരത്ന മോതിരത്തിന്റെ രഹസ്യം ചുമ്മാ ഭംഗി കിട്ടാണ് ഞാനത്. അത്രേ ഉള്ളല്ലേ? ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു സിനിമയുടെ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഈ നവരത്ന മോതിരം ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഒരു രത്നമുള്ള മോതിരം ഇടണമെന്ന്. ഭംഗിയാണ്, നിൽക്കാത്ത പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല പുള്ളി കാണിച്ചു തന്നു, പുള്ളിയുടെ കൈ കിടന്ന മോതിരം.